ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വലിയവനായ കർത്താവിനെ ഒരിക്കൽ വൻ കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായി ഹല്ലേലൂയ ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യഭാഗം രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ. ഈ 19-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു അധ്യായമാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി അല്പം സംസാരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഹല്ലേലൂയ നമ്മളെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മളെ പോലെ കരയുമ്പോൾ കരയുന്നവൻ, നമ്മളെ പോലെ വിഷമമുള്ള ഒരു വ്യക്തി, നമ്മളെ പോലെ സന്തോഷമുള്ള എന്നാൽ സന്താപമുള്ള എല്ലാം ഹല്ലേലൂയ ഉള്ള ഒരു വ്യക്തിയെ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പേരാണ് ഏലിയാവ്. വചനം പറഞ്ഞിരിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വളരെ നിർണായകമായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഈ വാക്യഭാഗം, ഈ അധ്യായം ഹല്ലേലൂയ വളരെ അധികം ശക്തിയേറിയ നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾക്ക് കാരണമാക്കാൻ സാധ്യത ഉള്ള ഒരു അധ്യായമാണ്. ഹല്ലേലൂയ. 19-ാം അധ്യായത്തിൽ അതിന്റെ 18-ാം അധ്യായത്തിൽ അതിന്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ താൻ വലിയ അത്ഭുതം ചെയ്ത, വീര്യപ്രവൃത്തി ചെയ്ത, കർത്താവിന് വേണ്ടി നിന്ന് കർത്താവിന് വേണ്ടി വളരെ നേടിയ ഹല്ലേലൂയ ഒരു വലിയ ഏലിയാവിനെ നമുക്ക് കാണുവാനായി സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാൽ പ്രവാചകന്മാരുടെ എതിരിട്ട് ഹല്ലേലൂയ പ്രവാചകന്മാരെ തകർത്ത് അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞ് യഹോവയുടെ ഹല്ലേലൂയ ശക്തി അവിടെ പ്രകടമാക്കി. അല്ലെങ്കിൽ യഹോവ ഹല്ലേലൂയ തന്റെ യാഗത്തിൽ പ്രസാദിച്ച് നിൽക്കുന്ന ഒരു വലിയ ഏലിയാവിനെ കാണാൻ സാധിക്കും. എന്നാൽ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത അധ്യായത്തിൽ തകർന്ന് ഹല്ലേലൂയ നശിച്ചിരിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാനായി സാധിക്കും. ഹല്ലേലൂയ. 19-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയാവ് ചെയ്ത പ്രവർത്തികൾ കണ്ട് ഇസബേൽ തനിക്കെതിരെ മരണവാറണ്ട് പുറപ്പെടുപ്പിച്ചു എന്ന് അറിഞ്ഞ് ഹല്ലേലൂയ താന് ബർശേബയിൽ തന്റെ ബാല്യക്കാരനെ കൊണ്ട് ഹല്ലേലൂയ പാർപ്പിച്ചതിനു ശേഷം ഒരു ദിവസം ദൂരെ മരുഭൂമിയിൽ പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഒരു ഏലിയാവിനെ അവിടെ കാണാനായി സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഏലിയാവ് പദം പറഞ്ഞു കരയുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തണല്, മരുഭൂമിയുടെ ചൂട് അത്ര ഭയങ്കര. ചൂരച്ചെടി എന്ന് പറഞ്ഞാൽ അതിന് വലിയ തണലൊന്നുമില്ല. അതിന്റെ തണലത്ത് ഈ ചൂടത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഹല്ലേലൂയ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ടിരുന്ന് പദം പറയുക, കർത്താവേ, എനിക്കിനി ഒന്ന് മരിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്കൊന്ന് ഹല്ലേലൂയ എന്റെ പിതാക്കന്മാരെക്കാളും മിടുക്കനൊന്നും അല്ലല്ലോ ഞാൻ, ഹല്ലേലൂയ എനിക്കിനി ഒന്ന് ചത്താ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏലിയാവ്. ഹല്ലേലൂയ. അങ്ങനെ കരഞ്ഞിരുന്ന് ഹല്ലേലൂയ താൻ ഉറങ്ങിപ്പോകാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ എന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് ടച്ച് ചെയ്തൊരു കാര്യം, നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ഉറങ്ങാനായി സാധിക്കുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിന് വിഷമം വന്ന് കരഞ്ഞ് തളർന്ന് ഉറങ്ങുന്ന ഒരു ഏലിയാവിനെ ഇവിടെ നമുക്ക് കാണാനായി സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ താൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഈ സമയത്ത് ഹല്ലേലൂയ പെട്ടെന്ന് ഹല്ലേലൂയ തന്നെ ആരോ തട്ടുന്നതായി തോന്നാനിടയായി. ഹല്ലേലൂയ. താൻ തട്ടി, ഹല്ലേലൂയ തന്നെ തട്ടിയപ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ കനലിന്മേൽ ചുട്ട അപ്പവും ഹല്ലേലൂയ ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നത് കാണാനിടയായി. ഹല്ലേലൂയ. നോക്കിയപ്പോൾ ഒരു വളരെ പ്രകാശം പരത്തുന്ന ഒരു ദൂതൻ അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചിട്ട് പറയുക, ഇതെടുത്ത് കഴിച്ചോ, ഹല്ലേലൂയ ഫുഡ് റെഡിയായി, ഇതാ കഴിച്ചോ എന്ന് പറയാൻ ഇടയാകുന്നത് കാണാനായി സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ അവസ്ഥയിൽ ഹല്ലേലൂയ തനിക്കൊരു ഫുഡിന്റെ അല്ല ആവശ്യം, തനിക്ക് ഹല്ലേലൂയ ഒരു വിടുതലാണ് അവിടെ ആവശ്യം. പക്ഷേ കർത്താവ് അവിടെ അയച്ചു കൊടുത്തത് ഫുഡാണ്. ഒരു ദൂതൻ വഴി ഹല്ലേലൂയ ഭക്ഷണമാണ് അയച്ചു കൊടുക്കാൻ ഇടയായത്. ഹല്ലേലൂയ. പെട്ടെന്ന് ഇതൊരു ഹല്ലേലൂയ ഒരു വിയർഡ്നെസ്, പെട്ടെന്ന് ഒരു ഹല്ലേലൂയ ഒരു ചേർച്ചയില്ലായ്മ നമുക്കിവിടെ കാണാനായി സാധിക്കും. നമ്മുടെ ബുദ്ധി ചിന്തിക്കും, ഇതെന്തൊരു കളിയാ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വിഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ തകരാനിരിക്കുകയാണ്. തകരാനിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞു, വല്ലതും
കൊണ്ട് കൊടുത്ത് അവന്റെ തൊണ്ടയിൽ ഒരു വക താഴോട്ട് ഇറങ്ങുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഈ ഏലിയാവ് താൻ പെട്ടെന്ന് തന്നെ ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ഇടയായതായി കാണുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വീണ്ടും കിടന്ന് ഉറങ്ങാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേന് ഹല്ലേലൂയ ഭക്ഷണം കിട്ടി, പിന്നെയും ഉറങ്ങി. എത്ര സമയം ഉറങ്ങിയെന്ന് കാണിക്കുന്നില്ല ഇവിടെ. ചിലപ്പോൾ 6 മണിക്കൂറാകാം, ചിലർ പറയുന്നത് 2 മണിക്കൂർ ഉറങ്ങി കാണും, ചിലർ പറയുന്നത് വളരെ ഷോർട്ടായി ഉറങ്ങിയിട്ടുള്ളൂ എന്ന്. പക്ഷെ എത്ര നേരം ഉറങ്ങിയാലും അടുത്ത തവണ ഇദ്ദേഹത്തെ കൊട്ടി വിളിക്കുകയാണ് ഈ ദൂതൻ. അതുവരെ അവിടെ നിൽക്കേ. ഹല്ലേലൂയ. കൊട്ടി വിളിച്ചിട്ട് പറയുന്നു, ഹല്ലേലൂയ, ഇതാ ഏലിയാവേ, അടുത്ത സെറ്റ് ഫുഡ് ഇരിക്കുന്നു, നീ കഴിക്കുക, നിനക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ടല്ലോ. ഹല്ലേലൂയ. വളരെ ദൂരം നിനക്ക് യാത്ര ചെയ്യാനുള്ളതാകയാൽ നീ ഈ ഫുഡ് കൂടി എടുത്ത് കഴിക്കുവാൻ പറയാനിടയാകുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ വീണ്ടും ഹല്ലേലൂയ ഏലിയാവ് എഴുന്നേറ്റ് ഹല്ലേലൂയ കഴിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മള് വീണ്ടും പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഓ ഹല്ലേലൂയ, ഇതെന്താ പിന്നെ ഫുഡ് എടുത്ത് കൊടുക്കുന്നു, പിന്നെ ഭക്ഷണം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഒരു തവണ ഭക്ഷണം കൊടുത്തു, കുഴപ്പമില്ല, അത് പോട്ടെ, ക്ഷമിക്കാം. പിന്നെ ഭക്ഷണം കൊടുക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ ഇതൊക്കെയാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. നമ്മള് കർത്താവിനോട് ഹല്ലേലൂയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, അതെങ്ങനെ കർത്താവ്, ഇതെന്താ? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉത്തരങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ഉത്തരം പറയാൻ കർത്താവ് ഉത്തരവാദിയല്ല. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനോട് ചോദ്യം ചോദിക്കുകയോ, ഹല്ലേലൂയ, കർത്താവേ, നീ എനിക്ക് എന്നെ ഉത്തരം വരളാത്തെന്ന് പറഞ്ഞ് കരയുകയോ യാചിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായി പരിഹാരം ലഭിക്കാൻ ഇടയാകും. ഹല്ലേലൂയ. അവിടുന്ന് ഞാൻ വേഗത്തിൽ പോയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ആ ദൂതൻ എഴുന്നേറ്റ് പറയുക, നിനക്ക് വളരെ ദൂരം യാത്രയുണ്ടല്ലോ, നീ എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ. ആ ആഹാരം കഴിച്ചു. ഹല്ലേലൂയ. ആ ആഹാരത്തിന്റെ ബലത്തിൽ 40 രാവും 40 പകലും ഹല്ലേലൂയ ഏലിയാവ് പോകാൻ ഇടയായി. ഹല്ലേലൂയ. 40 രാവും 40 പകലും പോകുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് ഏലിയാവിന് ലഭിച്ചു. ഏലിയാവ് പോകാൻ ഇടയായി. ഹല്ലേലൂയ. 40 രാവ് ദൂരയിലേക്ക് പോകുകയും ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ചെന്ന് ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാനായി സാധിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ നീ അതില് ഹല്ലേലൂയ പേടിച്ച് ഒളിച്ചോടുകയല്ല വേണ്ടത്. ഹല്ലേലൂയ എന്ന് ഇവിടെ കാണുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി നീ ഒളിച്ചോടുകയല്ല വേണ്ടത് എന്ന് മുമ്പോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ പെട്ടെന്ന് വന്ന് ഈ ഒളിച്ചിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ എന്നെ ഇവിടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവിന് എന്നെ അറിയത്തില്ലേ? ഹല്ലേലൂയ. 40 രാവ് കൊണ്ട് ഇവിടെ ഓടി വന്ന ആളാ. ചൂരച്ചെടിയുടെ തണലിൽ ഒരു കുറച്ച് സമയം ഇരുന്ന് ഉറങ്ങിയപ്പം കറക്റ്റ് കർത്താവ് കൊണ്ട് ഹല്ലേലൂയ ഭക്ഷണം കൊടുത്ത വ്യക്തിയാ. ഈ 40 രാവ് ഹല്ലേലൂയ ഇവൻ നടക്കുന്നത് കർത്താവ് കാണുന്നില്ലേ? ഹല്ലേലൂയ. ഇവിടെ കയറി ഒളിച്ചിരിക്കുന്ന കാര്യമില്ലേ? കാണുന്നില്ലേ? എന്നിട്ട് കർത്താവ് ഹല്ലേലൂയ ഏലിയാവിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് മനുഷ്യ ബുദ്ധിക്ക് അളക്കുവാൻ അതീതമായ ഹല്ലേലൂയ കർത്താവിന്റെ ഒരു പദ്ധതിയെ ഇവിടെ കാണാനായി സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ടുള്ള കഥയെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ഇതിനെ അടുത്തന്നെ നടക്കുന്ന. എന്നാൽ ഏലിയാവിന് ആ സമയത്ത് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ഏലിയാവ് സ്വന്തമായിട്ട് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, നമ്മളെ പോലെ നോർമലിയുള്ള മനുഷ്യനാണ്. എന്തോ ഈ കർത്താവ് കാണിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഏലിയാവും ചിന്തിച്ചു കാണും. പക്ഷേ ഹല്ലേലൂയ അതിന്റെ ഇടയിൽ കർത്താവ് വലിയൊരു പദ്ധതി കണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് മുമ്പോട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ വേഗത്തിൽ പോവുകയാണ്. വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇവൻ ഇറങ്ങി പർവ്വതത്തിൽ നിന്ന് ഈ ഹല്ലേലൂയ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഹല്ലേലൂയ യഹോവയുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു ശക്തിയുള്ള കൊടുങ്കാറ്റടിച്ചു. നോക്കി അതിനകത്ത് യഹോവയുണ്ടോ?
അതിനകത്ത് യഹോവ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ആ കൊടുങ്കാറ്റ് എന്താ ചെയ്തു? പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അത് എന്നാ കൊടുങ്കാറ്റാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു തീ ഉണ്ടായി. തീയിലും യഹോവ ഇല്ലായിരുന്നു. ഓ ഹല്ലേലൂയ. വലിയൊരു കാറ്റടിച്ചു, വലിയൊരു ഭൂകമ്പം ഉണ്ടായി, വലിയൊരു തീ ഉണ്ടായി. ഇതിലൊന്നും യഹോവ ഇല്ലായിരുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്ന് കിടന്ന് ഹല്ലേലൂയ കർത്താവേ എനിക്കൊരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞ്, അല്ലെ കർത്താവേ ഹല്ലേലൂയ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിടത്ത് തളർന്ന് കിടക്കാണ്. ഹല്ലേലൂയ. അവിടുന്ന് പെട്ടെന്ന് ഹല്ലേലൂയ കർത്താവ് എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക കർത്താവേ ഹല്ലേലൂയ നീ ഇതിനെതിരെ പ്രവർത്തിച്ചേ മതിയാവത്തുള്ളൂ. പെട്ടെന്ന് ദേ ഒരു ഭൂകമ്പം അടിക്കുക, പെട്ടെന്ന് ദേ ഒരു കാറ്റടിക്കുകയാണ്. നമ്മൾ ഓർത്ത് രക്ഷപ്പെട്ട കർത്താവ് കാറ്റടിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് വരും, കർത്താവിന്റെ പ്രസൻസ് ഉണ്ടാകും, ഇപ്പോൾ തന്നെ അതിന് സൊല്യൂഷൻ ഉണ്ടാകും. അതിൽ കർത്താവില്ലായിരുന്നു. അതിന് തൊട്ടടുത്തതേ വലിയ ഭൂകമ്പം ഉണ്ടായി. അല്ലെങ്കിൽ അതിൽ കർത്താവിന്റെ സ്വരമുണ്ടോ എന്ന് നമ്മൾ കേട്ടിരിക്കുക. ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. അതിലും ഇല്ലായിരുന്നു കർത്താവ്. തൊട്ടുപിറകെ ഇതാ സകലതിനെ നശിപ്പിക്കുന്ന ഒരു അഗ്നി വരുന്നു. അതിലും കർത്താവില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം വളരെ പതുക്കെ ഉള്ള ഒരു മൃദുസ്വരം കേൾക്കാനിടയായി. ഹല്ലേലൂയ. ആ മൃദുസ്വരം ഹല്ലേലൂയ ഏലിയാവിനോട് സംസാരിക്കാനിടയായി. നീ ഇവിടെ നിന്ന് മടങ്ങി വന്ന സ്ഥലത്ത് തന്നെ പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ സ്വയം മനുഷ്യനായ ഹല്ലേലൂയ നമ്മളെ പോലെ തന്നെ ചിന്താഗതിയുള്ള ഒരു ഏലിയാവ് പെട്ടെന്ന് തന്നെ ചിന്തിച്ചു കാണും, എന്തോ പണിയാ, 40 നാൾ ഇങ്ങോട്ട് നടന്നാ വന്നേ, ഇതുപോലെ തന്നെ ഇനി 40 നാൾ തിരിച്ചു പോകാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഏലിയാവിന് ഉള്ള ഒരു ഹല്ലേലൂയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മുന്നും പിന്നും ചിന്തിക്കാതെ കർത്താവ് പറയുന്നതിന് മാത്രമേ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൃപ അടിയങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മുമ്പിലുള്ള ഈ പ്രശ്നത്തെ കർത്താവേ ഹല്ലേലൂയ, എന്റെ മുമ്പിലുള്ള ഈ പ്രതികൂലത്തെ കർത്താവേ ഹല്ലേലൂയ തകർക്കുവാൻ, ഹല്ലേലൂയ പൊടിച്ചു കളയുവാൻ കർത്താവേ ഹല്ലേലൂയ കർത്താവേ നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ മൃദുസ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ ദിവസങ്ങൾ കർത്താവേ ഞങ്ങൾ ശക്തമായി സംസാരിക്കണമേ. ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരം പിടിച്ചാട്ട് നടത്തിയാട്ട് എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യം കൂടെ ഇരുന്നാട്ട് സഹായിച്ചാട്ട് പ്രാർത്ഥന വേണ്ടിക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ യേശുവിന്റെ നാമത്തിൽ.